സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നമ്മളെ മറക്കാത്ത നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അസീസുൻ അലൈഹി മാ അനിത്തും. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന പ്രയാസം അത് മുത്തുനബിയുടെ പ്രയാസമാണ്. മാത്രമല്ല ഹരീസുൻ അലൈക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏത് സമയത്തും നമുക്ക് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഏത് ഘട്ടം നോക്കിയാലും നമ്മളെ മറന്നിട്ടുള്ളൊരു ജീവിതം നബി തങ്ങൾക്കില്ല. അവസാനം അസ്റായീൽ നബി തങ്ങളുടെ റൂഹ് പിടിക്കുന്ന ഘട്ടം നമ്മളെല്ലാവരും കേട്ടവരാണല്ലോ. മഹദിയായ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന മുത്തുനബി, അവിടുന്നാണ് അസ്റായീൽ അനുവാദം ചോദിച്ചിട്ട് ഹബീബായ തങ്ങളുടെ പുണ്യമായ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്നത്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് വലിയ സൂക്ഷ്മതയോടുകൂടെ അസ്റായീൽ ഇങ്ങനെ പിടിക്കുമ്പോ വല്ലാത്ത വേദന തോന്നുകയാണ്. തലഭാഗത്ത് ആ തോൽപാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്ക് കൈ നീട്ടി ഒരൽപ്പം വെള്ളമെടുത്തിട്ട് മുത്തുനബി അതാ മുഖം ഇങ്ങനെ തടവുകയാണ്. എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളെ ആയിഷ ബീവിയോട് പറഞ്ഞൊരു വാചകമുണ്ട്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. ഇതും പറഞ്ഞ ഹബീബായ തങ്ങള് അവസാനമായിട്ട് പറയുന്നത്, ഉമ്മത്തീ ഉമ്മത്തീ, റൂഹ് പിടിക്കുന്ന വേദനയെക്കാളും മുത്തുനബിയെ വേദനിപ്പിക്കുന്നത് എന്റെ ഉമ്മത്ത് ഈ വേദന എങ്ങനെ സഹിക്കുമെന്ന് ആലോചിച്ചിട്ടാ. അസീസുൻ അലൈഹി മാ അനിത്തു ഹരീസുൻ അലൈക്കു ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബിതങ്ങൾക്കൊരു പ്രയാസം നേരിടുമ്പോൾ നബിതങ്ങൾ നമ്മളെ മറന്നിട്ടില്ല. അതുപോലെ മുത്തുനബിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വരുമ്പോഴും അവിടുന്ന് നമ്മളെ മറന്നുപോയിട്ടില്ല. നമ്മളൊക്കെ സന്തോഷം കൊണ്ട് മതിമറന്നു പോവുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഞാൻ ആ സന്തോഷത്തിൽ അതിനോട് മറന്നുപോയതാണ്. നമ്മളൊക്കെ അങ്ങനെ പറയും. ആ വിഷമത്തിൽ ഞാനത് ഓർമ്മിച്ചില്ല. ബാപ്പ മരിച്ച വിഷമത്തിൽ ഇരിക്കുമ്പോ എന്റെ മനസ്സിൽ അതൊന്നും ഓർമ്മയില്ലായിരുന്നു. അത് പറയാറുണ്ട്. കാരണം വിഷമുണ്ടാകുമ്പോ മറ്റതൊക്കെ മറന്നു പോവുകയാണ്. വലിയ സന്തോഷം ഉണ്ടാകുമ്പോ ചില ആളുകൾക്ക് അറ്റാക്ക് വരെ ഉണ്ടാകും. സന്തോഷം ഉണ്ടായിട്ട് അറ്റാക്ക് ഉണ്ടാകും. ഇന്നലെ മെനയാന്നെങ്ങാന് ഒരു വാർത്ത കണ്ടു. ഏതോ ഒരാൾ ലോട്ടറി ടിക്കറ്റ് അടിച്ചു എന്ന് വിളിച്ചു പറഞ്ഞൊരാള്, നിങ്ങൾക്കാണ് ലോട്ടറി അടിച്ചത്. നോക്കുമ്പോൾ അയാൾക്കല്ലായിരുന്നു പോലും. അപ്പം അയാൾ അതിന് കേസ് കൊടുക്കാൻ പോയതാണ്, പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സന്തോഷമുണ്ടാകുമ്പോ എല്ലാം മറന്നുപോകുന്ന സ്വഭാവം, അതുപോലെ സങ്കടമുണ്ടാകുമ്പോഴും എന്തും മറന്നുപോകുന്ന സ്വഭാവം, അത് നമ്മളുടെ ഒക്കെ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ നിമിഷം ഏതാണെന്നറിയുമോ? ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിന്റെ വിശ്വാസപ്രകാരം ഏറ്റവും വലിയ സന്തോഷം ഏതാണ്? യജമാനനായ അല്ലാഹുവിനെ കാണലാണല്ലോ. മഹാൻ
മഹാന്മാരോട് നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വർഗത്തിൽ പോകാനാണെന്നവര് മറുപടി പറയാറില്ല. മറിച്ചോ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ പടച്ച് പരിപാലിക്കുന്ന ജഗനിയന്താവായ സൃഷ്ടാവാകുന്ന തമ്പുരാനാകുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ കാണാനാ, ആ അല്ലാഹുവിന്റെ ലിഖാഇനാ. അതല്ലേ സ്വർഗം ചോദിച്ച സ്വർഗം ചോദിച്ചൊരു സഹോദരനോട് നഫീസത്തുൽ മിസ്രിയെ ചോദിക്കുകയാണല്ല, മനുഷ്യ നിനക്ക് നാണമില്ലേ? അള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ നിനക്കൊരു ഹയാ ഇല്ലേ? എന്റെ നഫീസത്തുൽ മിസ്രിയെ ചോദിച്ചത്, ഈ ദുനിയാവിൽ നിനക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തുകൾക്ക് വല്ല അറ്റവുമുണ്ടോ, കണക്കുമുണ്ടോ? ആ നിഅമത്തുകളെല്ലാം ചെയ്തു തന്ന അല്ലാഹു തആല, ആ അല്ലാഹുവിന് നിഅമത്തിന് പകരമായിട്ട് നീ നന്ദി ചെയ്തിട്ടുണ്ടോ? കിട്ടിയ നിഅമത്തിന് തന്നെ നന്ദി ചെയ്ത് തീർക്കാതെ അടുത്ത നിഅമത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയാണോ? എടാ, നിനക്ക് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നതിന് പകരം ആ അല്ലാഹുവിനെ കാണാൻ ദുആ ചെയ്തുകൂടെ? അതാണ് മഹാന്മാരും മഹദികളും ഏറ്റവും കൊതിച്ചത്. ലിഖാഉല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാണ്. അല്ലാഹുവേ, ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട്, വെള്ളിയാഴ്ച രാവിലെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഇവിടെ പറയുന്ന മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ ലിഖാ ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കാണലാണ്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. വമൻ യർജു ലിഖാ അല്ലാഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. എടാ, നിനക്ക് അല്ലാഹുവിന്റെ ലിഖാ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നീ മൊബൈൽ സിനിമ കണ്ടു ദുആ ചെയ്താൽ അല്ലാഹനെ കാണാൻ കഴിയൂല. മൊബൈലിൽ കോമഡി കണ്ടു ദുആ ചെയ്താൽ അല്ലാഹനെ കാണാൻ കഴിയൂല. അതേ, രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോ നിന്റെ സുഹൃത്തായ മൂന്നാമനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നീ ദുആ ചെയ്താൽ അല്ലാഹനെ കാണൂല. അസൂയ വെച്ചാൽ നീ ദുആ ചെയ്തത് കൊണ്ട് അല്ലാഹനെ കാണൂല. കിബറുമായി നടന്നിട്ട് അല്ലാഹനെ കാണണമെന്ന് ദുആ ചെയ്താൽ നടക്കൂല. റിയാവുമായിട്ട് അല്ലാഹനെ കാണണമെന്ന് ദുആ ചെയ്താൽ നടക്കൂല. പിന്നെയോ ومن يرجو لقاء ربه فليعمل عملا صالحا. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചോ, സൽപ്രവർത്തനം ചെയ്തോ, നല്ല കാര്യം ആലോചിച്ചോ, നല്ല കാര്യങ്ങൾ പറഞ്ഞോ. ഇങ്ങനെ നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലല്ലാതെ അല്ലാഹനെ കാണാൻ കഴിയൂല. ഏറ്റവും വലിയ സന്തോഷമായ അല്ലാഹനെ കാണൽ നടക്കണോ, നല്ലത് ചെയ്ത് ജീവിക്കണം. എന്നാൽ നിങ്ങൾ നോക്കൂ, സ്വർഗം കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമാണ് അല്ലാഹുവിനെ കാണുക എന്നുള്ളത്. സ്വർഗമാണെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞതെന്നാണ്, മാലാ ഐനുൽ റഅത്ത് വലാ ഉദുനു സമഅത്ത് വലാ ഖതറ ബിഖൽബി ബശരിൻ.
അതേ ഒരാളുടെ കണ്ണുകൊണ്ടും ഇന്നേ വരെ അത്രത്തിൽ ആനന്ദം കണ്ടിട്ടില്ല. ഒരാളുടെ ചെവി കൊണ്ടും കേൾക്കാത്ത സുഖമാണ്. ഒരാളുടെ കൽബിലൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ അനുഭൂതിയുള്ള ലോകമാണ് സ്വർഗമെന്ന് പറയുന്ന മഹാലോകം. ആ സ്വർഗത്തിലുള്ള പഴങ്ങളുടെ രുചി എത്രയാണ്! അതേ ഒരു പഴം കഴിക്കുമ്പോ സ്വർഗത്തിന്റെ അഹലികാരന്റെ മനസ്സിലുള്ളത് ഇതിനേക്കാളും മധുരമുള്ളൊരു പഴം ഈ ലോകത്തില്ല, ഇതിനേക്കാളും ആനന്ദമുള്ള മറ്റൊരു സാധനമില്ല. സ്വർഗത്തിലെ പാല് കുടിക്കുമ്പോ ഇതിനേക്കാളും ആനന്ദമുള്ള രസമുള്ളൊരു വേറെ സാധനമില്ല. സ്വർഗത്തിലെ തേന് കാണുമ്പോ ഇതിനേക്കാളും നല്ലത് വേറെയില്ല എന്ന് തോന്നല. എന്നാൽ എല്ലാത്തിനേക്കാളും അപ്പുറമാണ് അല്ലാഹുവിന്റെ ലിഖാ കേട്ടോ. എന്നാൽ ആ ലിഖാ ഏറ്റവും വലിയ സന്തോഷമാകുന്ന ലിഖാ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടിയ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ആഖിറത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വിഷയമാണ് അള്ളാനെ കാണൽ. എന്നാൽ ആ ഏറ്റവും വലിയ സന്തോഷം അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി കുറെ കൊതിച്ചിട്ടുണ്ട് അള്ളാനെ കാണാൻ, പക്ഷെ നടന്നിട്ടില്ല. മൂസാ നബി കൊതിച്ചു, നടന്നിട്ടില്ല. എന്നാൽ അള്ളാന്റെ റസൂല് സുബ്ഹാനല്ലാഹ് ഒരു തവണയല്ല കണ്ടത്. എത്ര തവണ കണ്ടിട്ടുണ്ട്? എത്ര തവണ കണ്ടിട്ടുണ്ട്? ആദ്യം പോയി അപ്പയാണ് 50 റക്അത്ത് നിസ്കാരം കൊടുത്തത്. തിരിച്ചു വരുമ്പോ 9 പ്രാവശ്യം പിന്നെയും മടങ്ങി ചെന്നു. അങ്ങനെ 10 തവണ. ഈ ഭൗതികമായ ലോകത്ത് നിന്ന് അഥവാ വഫാത്തിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷം, ആ സന്തോഷം കിട്ടിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൻ നജ്മിൽ കാണാം, സുമ്മ ദനാ ഫതദല്ലാ فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند السدرة المنتهى. അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ച് തന്നെ കാണാൻ ഭാഗ്യം ലഭിച്ച നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗത്തിൽ തന്നെ മുത്തുനബി കാലുകുത്തുകയാണ്. അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ സമയം സകല സുഖങ്ങളുടെയും കേന്ദ്രത്തിൽ വെച്ച് കിട്ടുന്ന സന്തോഷമാണല്ലോ. എല്ലാ സുഖങ്ങളുമുള്ള സ്വർഗത്തിലാണ് മുത്തുനബി ഉള്ളത്. ആ സുഖത്തിന്റെ ലോകത്ത് വെച്ച് കിട്ടുന്ന ഒടുവിലത്തെ സന്തോഷമാണ് അല്ലാഹുവിനെ കാണുക എന്നുള്ളത്. സ്വന്തത്തെ തന്നെ മറന്നുപോകുന്ന ഒരു ഘട്ടം, എല്ലാ സന്തോഷം. അതാണല്ലോ യൂസുഫ് നബിനെ കണ്ടപ്പോ കൈ മുറിച്ചത് പെണ്ണുങ്ങൾക്ക് മനസ്സിലായില്ല, വേദന അറിഞ്ഞില്ല. കാരണം എന്താ? വല്ലാതെ സൗന്ദര്യമുള്ള യൂസുഫ് നബിയെ കണ്ടപ്പോ സ്വന്തത്തെ തന്നെ മറന്നുപോയി. പരിശുദ്ധ ഖുർആനിലുള്ള കഥയാണല്ലോ, സ്വന്തത്തെ തന്നെ മറന്നുപോവുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ തിരുമുൽ കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട്
തഹിയ്യത്ത് അർപ്പിച്ചുകൊണ്ട് പറയാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ലില്ലാഹ്. അല്ലാഹുവിനെ തിരുമുൾ കാഴ്ചകൾ അർപ്പിക്കുകയാണ്. ആ സമയത്ത് ആ തഹിയ്യത്തിന് മറുപടിയായിട്ട് അല്ലാഹു തആല പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു തആല നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ് അസ്സലാമു അലൈക അയ്യുഹൽ നബിയ്യു. ഓ നബിയെ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഈ വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എനിക്ക് മാത്രം പോരാ ശാന്തിയും സമാധാനവും, പിന്നെയോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അതേ, ആ സമയത്തും നമ്മൾ ഓർക്കുകയാണ് ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാം മറന്നുപോകുന്ന ഘട്ടം, സന്തോഷത്തിന്റെ ഘട്ടത്തിലും നബിതങ്ങൾ നമ്മളെ മറക്കുന്നില്ല. അതേ, ഒന്നുകൂടെ മനസ്സറിഞ്ഞ് ചൊല്ലൂ അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൽ നബി. ആ ശഫാഅത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യം വലിയ അപകടമാണ്. അല്ലാഹുവേ, ഞങ്ങള് പറയുന്നത് നില്ല ഹബീബിന്റെ മദ്ഹാണല്ലോ, ഞങ്ങളെ നേതാവിന്റെ മദ്ഹാണല്ലോ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണല്ലോ. പറയുന്ന നാവ് ദുഷിച്ച നാവാ, പറയുന്നവനേറെ പാപിയാ. എന്നാലും പറയപ്പെടുന്നത് മുത്തുനബിയെ കൊണ്ടാണെന്ന കാരണം കൊണ്ട് ശഫാഅത്തുൽ ഉലമയിൽ ഞങ്ങളെ ഒന്ന് പെടുത്തി തരണേ അല്ലാഹ്. മുത്തുനബിയെ നാളെ ഖബറിൽ കൊണ്ടുവന്ന് കാണിച്ച് ചോദിക്കുമ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഈ ആള് നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആദാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാനേറെ മദ്ഹ് പറഞ്ഞ, ഞാനേറെ ബുറുദ ചൊല്ലിയ, ഞാനേറെ വർണ്ണിച്ച എല്ലാ നേതാവ് മുഹമ്മദ് നബിയാണെന്ന് പറയാനില്ല വലിയ തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സന്തോഷത്തിന്റെ ഘട്ടത്തിൽ നമ്മളെ മറക്കാത്ത നേതാവാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്.